മോഹൻലാലിന്റെ സിനിമ ഓണത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഓണാഘോഷമൊന്നുമില്ല. ഇത് ഒരു കഥാപാത്രം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയലിൽ പറഞ്ഞിരുന്ന ഒരു ഡയലോഗാണ്. അതായത് 1999 എന്ന ഒരു വർഷം. എനിക്ക് ആ സീരിയൽ ഏതാണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് മോഹൻലാലിന്റെ ആയിട്ട് ഓണത്തിന് പ്ലാൻ ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു ഒളിമ്പ്യൻ അന്തോണി ആദം. പക്ഷെ അന്ന് പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു സിനിമ അന്ന് ഓണത്തിന് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ ഓൾറെഡി അന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ ഓണത്തിന് ഇറങ്ങണു എന്നുള്ളത്. പക്ഷെ അന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അന്നത്തെ ഏതോ ഒരു ജനപ്രിയ സീരിയലിൽ ഒരു ഹോസ്പിറ്റൽ രംഗമാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഒരു ഹോസ്പിറ്റൽ രംഗത്തിൽ ഒരു രണ്ട് നഴ്സുമാർ തമ്മിലുള്ള ഒരു സംസാരമാണ്. അപ്പൊ അതിൽ ഒരു നഴ്സ് മറ്റേ നഴ്സിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു ഓണത്തിന് പരിപാടി എന്ന് നോക്കുമ്പോൾ, ഈ പ്രാവശ്യം ഓണത്തിന് വലിയ ആഘോഷമൊന്നുമില്ല, വീട്ടിലധികം ഇത്തിരി വിഷമത്തിലാണ്. അത് ഭർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അത് വിഷമത്തിലാണ്, കാരണം മോഹൻലാലിന്റെ ഒരു സിനിമ ഓണത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു മോഹൻലാൽ സിനിമ ഒരു ഓണം ബോക്സ് ഓഫീസിൽ എത്രമാത്രം പ്രാധാന്യമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും അത് ഒരു 90s കിഡ്സിനൊക്കെ അത് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. 1999 എന്ന് പറയുന്ന ആ ഒരു വർഷം, ആ വിഷുവിന് മോഹൻലാലിന്റെ ഉസ്താദ് ഇറങ്ങിയിരുന്നു. അതൊരു മാർച്ച് അവസാനം ആണോ ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, അതായത് ആ ഒരു വിഷുവിന് ഉസ്താദ് ഇറങ്ങി വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയാണ്. ഞാൻ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ല എന്ന് പറഞ്ഞ ഒരു ആറാം തമ്പുരാൻ പോലെ ഒന്നും ബ്ലോക്ക് ബസ്റ്റർ ആയതല്ല, പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. ഇന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഉസ്താദ് കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറഞ്ഞ സ്ഫടികം എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഭദ്രൻ മോഹൻലാൽ ഒന്നിക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ ഒളിമ്പ്യൻ അന്ന് അതിലൊരു കാളപൂട്ട് സീൻ, മോഹൻലാൽ ഒരു ഇൻട്രോ സീനാണ്. ആ ഒരു കാളപൂട്ട് സീനിൽ മോഹൻലാലിന് ഒരു അപകടം പറ്റി. മോഹൻലാലിന്റെ കാല് ഫ്രാക്ചർ, ഏകദേശം ഒരു മാസത്തോളം മോഹൻലാലിന് എന്തോ റെസ്റ്റ് വേണമായിരുന്നു. അതുകൊണ്ട് ഷൂട്ട് നിന്നുപോയി. പിന്നീട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് 99 ഒക്ടോബറിൽ, അന്നൊരു പൂജ ഹോളിഡേയ്സ് ആണ്. ഞാൻ ആ ഒരു ഒളിമ്പ്യൻ അന്തോണി ആദം തിയേറ്ററിൽ പോയി കാണുന്നതാണ്. അന്ന് പൂജ ഹോളിഡേയ്സിനാണ് ആ സിനിമ ഇറങ്ങണത്. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് വേറെയും സിനിമകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മ കിട്ടില്ല. കാരണം ഒളിമ്പ്യൻ അന്തോണി ആദം അന്ന് തിയേറ്ററിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഞങ്ങൾ കാണാൻ പോകുന്നു. അന്ന് ഞാൻ ക്യൂവിൽ നിൽക്കുന്നു, എൻ്റെ സുഹൃത്ത് ക്യൂവിൽ നിന്നില്ല. പക്ഷെ അന്ന് ഒരാൾക്ക് ഒരു ടിക്കറ്റ്, 90s കിഡ്സിനൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അന്ന് പലപ്പോഴും തിരക്കുള്ളപ്പോൾ ഒരാൾക്ക് ഒരു ടിക്കറ്റേ കൊടുക്കുള്ളൂ. കാരണം ആൾക്കാരൊന്ന് ടിക്കറ്റ് കൂടുതലെടുത്ത് ബ്ലാക്കിന് വിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടി, ഞാൻ കണ്ടു. എൻ്റെ ഫ്രണ്ടിന് അന്ന് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അവൻ പിന്നെ പോയിട്ട് അന്ന് വാഴുന്നൂർ സിനിമയാണ് അന്ന് കണ്ടത്. അന്ന് എനിക്ക് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ നിന്ന് വാഴുന്നൂറുണ്ട്. ജോസ് തിയേറ്ററിലാണ് ഒളിമ്പ്യൻ അന്തോണി.